ഇൻ, ഓൺ, അറ്റ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണല്ലേ. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇൻ, ഓൺ, അറ്റ് നമ്മൾ സ്ഥലങ്ങളെ പറ്റി പറയുമ്പോൾ യൂസ് ചെയ്യും, അതേപോലെ സമയത്തിനെ പറ്റി പറയുമ്പോൾ യൂസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സമയത്തിനെ പറ്റി പറയുമ്പോൾ എവിടെയൊക്കെയാണ് ഇൻ, ഓൺ, അറ്റ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന് എടുക്കാം. ഇന്ന് നമ്മൾ പറയുക എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈം പീരിയഡിനൊക്കെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മാസത്തിനെ പറ്റി പറയുമ്പോൾ നമ്മളൊരു മന്ത് പറയുമ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം ജൂണിലാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? മൈ മാരേജ് ഈസ് ഇൻ ജൂൺ. അപ്പോൾ ആ മന്ത് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇയർ പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 2022 ദുബായിൽ പോയത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ വെൻറ്റ് ടു ദുബായ് ഇൻ 2022 എന്ന് പറയും. അവിടെ നമ്മൾ ഇയറിന് മുമ്പ് ഇന്നാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ സീസൺ ഒക്കെ പറയില്ലേ, ഇപ്പോൾ ചൂട് കാലം, തണുപ്പ് കാലം, അങ്ങനെ സീസൺസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിന് മുമ്പും നമ്മൾ ഇന്ന് യൂസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേനലിൽ എനിക്ക് ചൂടുകുരു വരാറുണ്ട് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ഗെറ്റ് സ്കിൻ റാഷസ് ഇൻ സമ്മർ, വെച്ചാൽ ചൂടുകാലത്ത് ചൂടുകുരു വരാറുണ്ട്. പിന്നെ നമ്മൾ ഈ സെഞ്ച്വറീസ് ഒക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 20ാം നൂറ്റാണ്ടിലാണ് 2ാം ലോക മഹായുദ്ധം ഉണ്ടായത്. ഓക്കെ, ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വേൾഡ് വാർ 2 ഹാപ്പൻഡ് ഇൻ ദ 20th century. ഇപ്പം നമ്മൾ ടൈം പീരിയഡ്സിന് മുമ്പ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യും. അത് കൂടാണ്ട് നമ്മൾ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഇതിനൊക്കെ മുമ്പ് നമ്മൾ ഇൻ ദ ആണ് യൂസ് ചെയ്യുക. അപ്പം ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓൺ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ഓൺ നമ്മൾ പറയും, നമ്മൾ ഇന്ന് പറഞ്ഞു മന്തിന് മുമ്പ്, ഇയറിന് മുമ്പൊക്കെ. ഓൺ നമ്മൾ യൂസ് ചെയ്യുക ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കറക്റ്റ് ഡേറ്റ് ഒക്കെ നമ്മൾ പറയില്ലേ, അതിന് മുമ്പ് നമ്മൾ ഓണാണ് യൂസ് ചെയ്യുക. അപ്പം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വിവാഹ വാർഷികം ജനുവരി 22 ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആർ വെഡിങ് ആനിവേഴ്സറി ഇസ് ഓൺ 22nd January എന്ന് പറയും. ഇനി അതേപോലെ തന്നെ നമ്മൾ ദിവസങ്ങൾ, ഇപ്പോൾ ആഴ്ചയിലത്തെ ദിവസങ്ങൾ സൺഡേ, മൺഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെയും ഓണാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ തിങ്കളാഴ്ച വരും, ഈ മലയാളം സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിലാക്കുമ്പോൾ ഐ വിൽ കം ഓൺ മൺഡേ എന്ന് പറയും. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഈ സ്പെഷ്യൽ ഡേയ്സ്, ഫെസ്റ്റിവൽസ് ഒക്കെ ഇല്ലേ, അതിനു മുമ്പ് നമ്മൾ ഓണായി യൂസ് ചെയ്യുക. ലൈക്ക് എന്താ പറയുക, അവൻ ക്രിസ്മസ് ദിവസം എത്തും. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിലാക്കുമ്പോൾ ഹി വിൽ റീച്ച് ഓൺ ക്രിസ്മസ് ഡേ എന്ന് പറയും. ഇപ്പോൾ സ്പെഷ്യൽ ഡേയ്സും ഫെസ്റ്റിവൽസിനും മുമ്പും നമ്മൾ ഓണാണ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ അറ്റിനെ പറ്റിയാണ് പറയുന്നത്. അറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സാക്റ്റ് ആയിട്ട് ഒരു ടൈം പറയുമ്പോൾ, ഒരു കറക്റ്റ് ടൈം പറയുമ്പോഴാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മീറ്റിംഗ് ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങും. അപ്പോൾ ഇത് ഇംഗ്ലീഷിലാക്കുമ്പോൾ ദി മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 3 PM. ഓക്കെ, ഇത് കൂടാണ്ട് നമ്മൾ നൈറ്റ്, നൂൺ, മിഡ് നൈറ്റ് ഈ 3 സംഭവത്തിന് മുമ്പും നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക. അറ്റ് നൈറ്റ്, അറ്റ് നൂൺ, അറ്റ് മിഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻ, ഓൺ, അറ്റ് നമ്മൾ ടൈമിന് മുമ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.